ശബരിമലയിലെ സ്വർണ്ണമോഷണം അന്വേഷിക്കുന്ന SITയോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും ഏറെ ശ്രദ്ധ ചെലുത്തുകയാണ്. അതോടെ CPMന്റെ പണി പാളും എന്നുറപ്പായിരിക്കുന്നു. അതായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ താമസിയാതെ ജയിലിൽ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വ്യക്തമായ തെളിവുകളെല്ലാം നശിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അറസ്റ്റിലാകാൻ സാധ്യതയില്ല എന്നുമൊക്കെ ചില നിയമവിദഗ്ധർ പറയുന്നുണ്ടെങ്കിൽ മറുഭാഗത്തുള്ളത് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ് എന്നതോർത്താൽ നല്ലത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ കടകംപള്ളി ജയിലിൽ പോകുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. കടകംപള്ളി മാനനഷ്ടത്തിന് കേസും വക്കീൽ നോട്ടീസും ഒക്കെ കൊടുത്തു. ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരന് കൊടുത്തു വിറ്റു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്ന് സതീശൻ പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചാണ് നോട്ടീസ് അയച്ചത്. VD സതീശൻ അതിന് മറുപടിയും നൽകി. കേസ് കോടതിയിലെത്തിയപ്പോൾ തുക അത് 10 ലക്ഷമായി കുറച്ചു. 2 കോടിയുടെ മാനമുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മാനത്തിന് 10 ലക്ഷമായി കുറഞ്ഞു എന്ന് പറയാം. കാരണം അപ്പോഴേക്കും പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടിരുന്നു. അവരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയച്ചത് ആരാണ് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവ് അത് മുഴുവനും പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ടെന്നും തനിക്കെതിരായ കേസ് വരുമ്പോൾ അത് ഹാജരാക്കുമെന്നും VD സതീശൻ പറഞ്ഞതോടെ കടകംപള്ളിയുടെ ബോധം പോയി. ഏതായാലും CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ അതിൽ പങ്കുചേരുമെന്നും ഉറപ്പാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലായിട്ടും ഒരു നടപടി പോലും അവർക്കെതിരെ എടുക്കാൻ സാധിക്കാത്തത് പേടി കൊണ്ട് മാത്രമാണ്. പിണറായി വിജയന് ഈ കേസിലുള്ള പേടി. ഉന്നത CPM നേതാക്കൾ ജയിലിൽ പോകുമെന്ന ഭയം കൊണ്ടാണ് അറസ്റ്റിലായവർക്കെതിരെ അച്ചടക്ക നടപടി പോലും കൈക്കൊള്ളാതെ ഇരിക്കുന്നത്. അത് മറച്ചുവെക്കാൻ ഇനി കഴിയില്ല എങ്കിലും അട്ടിമറിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കും. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ഒരു പരിരക്ഷയും CPM നേതാക്കൾക്ക് കിട്ടില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അഴിക്കുള്ളിലാകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുക തന്നെ ചെയ്യും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതിൽ CPMനും വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് 2 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയിട്ടും CPM നേതൃത്വം ഒരച്ചടക്ക നടപടി പോലും അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും അവരോട് പറയാത്തത്, അവർക്കെതിരെ സ്വീകരിക്കാത്തത്. ഇവരുടെ കൊള്ളയിൽ അമ്പരന്ന് നിൽക്കുകയാണ് കേരളം. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിലായിട്ടും സംഘടനാ തലത്തിൽ പോലും ഒരു നടപടി സ്വീകരിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി തന്നെ എടുത്തിരിക്കുന്നത്. കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞതിനും കാത്തു നിൽക്കുന്നു. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല CPM. അതിന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ നൽകുകയാണ്. കാരണം മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ. ആ മടിയുള്ള കനം പിണറായി വിജയന്റെ മടിയിലാണ് എന്ന് വളരെ വ്യക്തമായി വരുന്നു. ഇവർ ഇനിയും മൊഴി കൊടുത്താൽ ഇതിനേക്കാൾ ഉയർന്ന CPM നേതാക്കൾ ജയിലിൽ പോകുമെന്ന പേടി കൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്നിരിക്കെ ആ മുകളിലുള്ള നേതാവ് ഒരുപക്ഷെ പിണറായി വിജയൻ അടക്കമുള്ളവരായിരിക്കും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ CPM ഉണ്ടാകില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ഏതു തരത്തിൽ നടത്തിയാലും അതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു കണ്ണ് ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.